നിങ്ങളല്ലേ ഇത്? അതെ, ഞാൻ വേറെ ആളെ വിളിക്ക്. അറിയാവോ? നന്നായിട്ട് അറിയാല്ലേ? ഇതാരാ? നിങ്ങളാണല്ലേ? നല്ല രീതിയിൽ പണി തന്നല്ലോ. അതെ, കോമഡി ഒക്കെ ആയിരിക്കും. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. രണസുനയും മറ്റേ സുനയും മറ്റേ സുനയും. കലാകേരളത്തിന് അല്ലെങ്കിൽ ഹാസ്യ ലോകത്തിന് കൊല്ലം സുധി സംഭാവന നൽകിയതിനേക്കാളും അധികം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ നൽകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു സുധി. അത് ഈ രേണു സുധീൻ്റെ മ്യൂസിക് ആൽബം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില ഷോർട്ട് ഫിലിം, അതിനൊന്നും അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറഞ്ഞല്ല. ഈ രേണു സുധീനെ അനുകരിച്ച് അവരുടെ നിലവിലത്തെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളെ അനുകരിച്ച് കുറേയധികം പുതിയ കലാകാരന്മാർ വരുന്നുണ്ട്, ഇഷ്ടംപോലെ കലാകാരന്മാർ വരുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഈ രേണു സുധീനെ ഒന്ന് അനുകരിച്ച് അവരുടെ ജീവിതം ഒന്ന് ആളുകളുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്ത് ഈ കലാലോകത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഈ രേണു സുധിയുടെ വലിയൊരു സാധ്യതയാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ മറ്റൊരു വലിയ വൈരുദ്ധ്യത്തെക്കുറിച്ചിട്ടൊന്ന് പറയുകയാണ്. ബിനു അടിമാലി എന്ന് പറയുന്ന കലാകാരനെ നിലം തൊടാതെ ക്യാൻസൽ ചെയ്ത് ഓടിച്ചു വിട്ടു. ഒത്തിരിയധികം ആളുകൾ ഓടിച്ചു വിട്ടു. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കണ്ടന്റിനെ ആദ്യകാലങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തിരുത്താൻ ഒരവസരവും കൊടുക്കാതാണ് മലയാളി സമൂഹം അദ്ദേഹത്തെ കണ്ടം വഴി ഓടിച്ചത്. ബോഡി ഷെയ്മിങ് ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കലാ സമീപനത്തിൽ വരുത്തിയ വലിയൊരു തെറ്റ്. അപ്പോൾ കൊല്ലം സുധിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലും ഈ ബിനു അടിമാലി കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. എന്നാൽ ഇന്ന് ഈ കൊല്ലം സുധിയുടെ വൈഫിനെ ബോഡി ഷെയിം ചെയ്യുന്ന, അവരെ മോക്ക് ചെയ്യുന്ന, അവരെ അധിക്ഷേപിക്കുന്ന, അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള കണ്ടന്റുകളെ ഈ ബിനു അടിമാലിയെ കളിയാക്കി ഓടിച്ച, ബിനു അടിമാലിയെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത ആളുകളൊക്കെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ബോഡി ഷെയിം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു മെസ്സേജ് അല്ലേ ഇവിടെയുള്ള ക്രൗഡ് ഈ പറയുന്ന ഒരു ആക്ടിവിറ്റികളിൽ കൂടെ കൊടുക്കുന്നത്. ഈ രേണു സുധിയുടെ വലിയ സാധ്യതയെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ സാധ്യത ഉപയോഗിക്കുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയത് പോലും ഈ സോഷ്യൽ മീഡിയയിലെ അൽഗരിതത്തിന് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായതുകൊണ്ടാണ്. ഈ രേണു സുധി എന്ന് പറഞ്ഞ ആളെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ലോകം ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ മരണം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധവ അല്ലെങ്കിൽ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇത്രയധികം കേരളം അല്ലെങ്കിൽ മലയാളികൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ ഫോളോ ചെയ്യുന്നത്. അവരിങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സാധ്യതകളെ മനസ്സിലാക്കി, ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ഓഡിറ്റിങ്, ഈ ഒരു പബ്ലിസിറ്റി, ഈ ഒരു സെൻസേഷനെ മനസ്സിലാക്കി കാര്യമായിട്ട് തന്നെ മാധ്യമങ്ങൾ ഇവരുടെ പുറകെ കൂടുന്നുണ്ട്. അവരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കുറേയധികം ആളുകളുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർ ചോദ്യം ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അവരെ അനുകരിക്കുന്ന, അവരെ കളിയാക്കുന്ന സാഹചര്യം, അവരെ ബുള്ളി ചെയ്യുന്ന സാഹചര്യം, അതേപോലെ തന്നെ സൈബർ അധിക്ഷേപങ്ങൾ കാര്യമായി തന്നെ ഉണ്ട്. ഇവരെ നേരിട്ട് വിളിച്ചിട്ട് തെറി പറയുന്ന ആളുകളുണ്ട്. തെറി പറയാനായിട്ടുള്ള ഒരു ലൈസൻസ്, ആ ഒരു സാധ്യത ഈ പറയുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്നത് അദ്ദേഹം ഒരു വിധവയായതുകൊണ്ടാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്നതാണ്. എങ്ങനെയാണ് ഒരാളുടെ വിധവയെ ഇത്രയധികം തെറി പറയാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഈ പറയുന്ന ആളുകൾ കിട്ടുന്നത്? പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഇടക്കാലത്ത് ചെറിയ മാറ്റമൊക്കെ വന്നു, വീണ്ടും വന്ന് എത്തി നിൽക്കുന്നത് ഈ ഒരു പഴയ സതി സമ്പ്രദായത്തിലാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെയുള്ള ആളുകളുടെ ആ ഒരു മെൻറ്റാലിറ്റി ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ മാർക്കറ്റിംഗ് ബിസിനസ് സൈഡുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ രേണു സുധിയെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ചെയ്യുന്ന ആളാരാണ്? അത് ഗൂഗിളാണ്. യൂട്യൂബിൻ്റെ ആ ഒരു വലിയ മുതലാളി വൃന്ദാണ് ഈ രേണു സുധിയെ ആക്രമിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഹോട്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഹാഷ്ടാഗാണ് ഈ രേണു സുധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അവരുടെ പിറകെ കാര്യമായിട്ട് തന്നെ കൂടുന്നത്. ഈ രേണു സുധിക്ക് എന്താണ് പ്രത്യേകത? ഈ കൊല്ലം സുധിയുടെ വിധവ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്ത് പ്രത്യേകതയാണ് ഈ രേണു സുധിക്കുള്ളത്? ഇതുവരെയുള്ള സൈബർ അധിക്ഷേപങ്ങൾ അതിൻ്റെ ഒരു പാറ്റേണൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രേണു സുധി ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ സ്ഥിരം വേട്ടമൃഗം ആവേണ്ട തരത്തിലേക്കുള്ള ഒരാളല്ല. പക്ഷേ ഈ തവണ വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് ഒത്തിരിയധികം ആളുകൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം എനിക്ക് തോന്നുന്നു ജാസ്മിൻ ജാഫറൊക്കെ ആയിരുന്നു ആളുകളുടെ വേട്ടമൃഗം. അതിൽ ആളുകൾക്ക് അധിക്ഷേപം നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഡേ ടു ഡേ ബേസിസിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സെൻസേഷൻ ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കുറേയധികം ആളുകൾ ചിന്തിക്കുന്നത് അവരങ്ങനെ ചെയ്തിട്ടല്ലേ, അവർ ആ ഒരു കോലം കെട്ടിയിട്ടല്ലേ, അവരവരുടെ കൂടെ ആടാനും പാടാനും പോയിട്ടല്ലേ.
ഇപ്പോൾ ഇവരിത് പറയുമ്പോഴത്തേനും അവർ ന്യായീകരണമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത് അവർ പോയി പങ്കെടുത്ത അല്ലെങ്കിൽ അവർ അഭിനയിച്ച അല്ലെങ്കിൽ അവർ കോ ആക്ടേഴ്സായിട്ട് തിരഞ്ഞെടുത്ത ആളുകളും സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവുമായി നടക്കുന്ന കുറച്ച് ആളുകളൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ പുറകെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്തരത്തിലുള്ള ആളുകൾ ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പെരേര, അതേപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോട്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിനകത്ത് ദാസേട്ടനെയൊക്കെ മാറ്റി നിർത്തുക, ഞാനത് കൂടുതലായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല. ഈ അലിൻ ജോസിനെ മിക്കവാറും നമ്മൾ വളരെ രസകരമായിട്ട് കണ്ട് ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഈ അലിൻ ജോസ് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ഈ രേണു സുധിയുടെ അടുത്തേക്ക് വരുന്നതും അവരെ കൊണ്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവ് ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവരതിൻ്റെ ഭാഗമാക്കുന്നതും ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി, രേണു സുധിയോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി, അതിൻ്റെ ആ ഒരു അൽഗരിതത്തിൻ്റെ കുറച്ച് റവന്യൂസ് ആയിട്ടുണ്ട്, അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവർ ഇതുവരെ അസോസിയേറ്റ് ചെയ്ത വർക്കുകളുടെ ഭാഗമായിട്ട് വരുന്ന വീഡിയോസ്, വീഡിയോ ക്ലിപ്സ്, അതിൻ്റെ മേക്കിംഗ് വീഡിയോസ്, അതിൽ നിന്നൊന്നും നമുക്ക് വേറെ ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. രേണു സുധിയുടെ മുൻകാല വർക്കുകൾ, അവരുടെ പോർട്ട്ഫോളിയോ, അവരുടെ ആ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ്, അപ്പോൾ അതിനെയൊക്കെ കണക്കിലെടുത്ത് മികച്ച ഏതെങ്കിലും ക്രൂ വന്ന് അവർക്ക് അവസരം കൊടുത്തായിട്ട് ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ മേക്കിംഗ് വീഡിയോസിൽ മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം കൂടെ ഫണ്ട് ചെയ്തിട്ട് ആരെയെ കൊണ്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യിപ്പിക്കുന്നതാണെന്നുള്ളത്. മൊത്തത്തിൽ ബിഗ് ബോസ് നടക്കാത്തതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇല്ലുമിനാറ്റി പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപേക്ഷിക്കായിരിക്കും. കെട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടുകൊറ്റ എഴുതിയെന്നല്ല പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കും, രേണു സുധി എന്നുള്ള പേര് ഉപേക്ഷിക്കണം, ഞാൻ വേറെ ആളെ കെട്ടണം. ഇതുവരെ ഞാൻ ഫോട്ടോ, പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ സൂചിച്ചാന്റെ ഫോട്ടോ ചവിട്ടുകറ്റ ഞാൻ എറിയത്തില്ല, അത് എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. അത് അംഗീകരിക്കുന്ന ആളെ ഞാൻ കെട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ. സത്യത്തിൽ ഈ കോമാളിത്തരങ്ങളൊക്കെ ഈ രേണു കാണിക്കുമ്പോൾ സുധിച്ചേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ, അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കത്തില്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവ് എന്തിനാണ് വേദനിക്കുന്നത്? ഞാൻ കോമാളിത്തരം കുപ്രസിദ്ധനായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഓർത്ത് കലാകാരന്മാർ കരഞ്ഞത്, ജനങ്ങൾ കരഞ്ഞത്. രേണു സുധി ഓർത്ത് ആരും കരയത്തില്ല, കരയണോന്ന് ഞാൻ പറഞ്ഞു. മണ്ണിട്ടടിച്ചാലും ആരും കരയണ്ട. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സ്ത്രീയെ ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പല റീൽസിൽ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആയമ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവരെന്തോ ഇന്നലെ പരലോകത്തു നിന്ന് സുധിയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ചോദ്യം ചെയ്യുന്നതെന്ന്. സുചേട്ടൻ കരയില്ല, ആത്മാവ് കാണുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏത് യൂണിവേഴ്സിൽ നിന്നിട്ടാണ് ഇവർ സംസാരിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സംഗതി തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കൊല്ലം സുധിയുടെ വൈഫാണ്. എങ്ങനെയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എത്ര കാലം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഓഡിയൻസ് തന്നെ ഒന്ന് ചിന്തിക്കുക. സുധിച്ചേട്ടൻ മരിച്ചിട്ട് വിഷമൊക്കെ മാറിയോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അവരോട് അങ്ങനെ ചോദിക്കാനുള്ള കാലമൊക്കെ കഴിഞ്ഞ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഇത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇൻ്റർവ്യൂവേഴ്സിൻ്റെ ഒരു വയറ്റിപ്പഴപ്പാണ്. ആ ഒരു മരണവും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വിധവ പൊസിഷനും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോവുക, അതിനെക്കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. കൊല്ലം സുധിയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഇവിടെ കുറേ എണ്ണം ഇരുന്നിട്ട് ഹോട്ട് സീറ്റിൽ കൊണ്ട് അവിടെ ഇരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തൊട്ട് പ്രഹസനാണ് സജി. അപ്പോൾ ഈ പറയുന്ന ഒരു ക്യാരക്ടറിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇവരുടെ പരിപാടിയാണ്. പിന്നെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ്ലി ഓർ പോസിറ്റീവ്ലി പബ്ലിസിറ്റി കിട്ടുന്നുണ്ടോ, ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്താണെന്ന് പറഞ്ഞാലും അവർ കുറച്ചൊക്കെ ഇത് സഹിക്കുന്നുണ്ട്. അവരിപ്പം തെളിച്ച വഴിക്ക് പോകണില്ല എന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് പോവാം എന്നുള്ള ഒരു മൈൻഡിൽ പോകുന്ന പോലെയാണ് തോന്നുന്നത്. ആൾക്കാർ ചോദിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് ബിഗ് ബോസിൽ വരാനുള്ള, അല്ല മീൻസ് എല്ലാവരും കമന്റാ, ബിഗ് ബോസിൽ വരാനുള്ള ഒരു പ്രയത്നമായിട്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനത് സ്ഥിരം കാണുന്ന ഒരു പരിപാടിയേ അല്ല. സ്ക്രോൾ ചെയ്ത് കാണുമ്പോഴത്തേന് ഷോർട്സ് കാണാറുണ്ട്. ഇഷ്ടമാണ് പരിപാടി, അല്ലാതെ ഇവര് പറയുന്നതൊന്നും അല്ല കേട്ടോ. ബിഗ് ബോസ് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം, എത്ര ആളുകളെ കൺവിൻസ് ചെയ്യണം. മകനോട് കുറേയധികം ചോദ്യങ്ങൾ ചില ആളുകൾ ചോദിക്കുന്നു. അതേപോലെ തന്നെ സുധിച്ചേട്ടന് പണിത് കൊടുത്ത വീട് കല്യാണത്തിന് ശേഷം എന്ത് ചെയ്യും, അത് മകന് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആദികളാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഉണ്ടായിരുന്നു. കൊല്ലം സുധിയുടെ മുന്നത്തെ ഭാര്യ എന്ന് അവകാശപ്പെട്ട് ഒരാൾ ഫോൺ വിളിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അത് ഏതൊരു ഓൺലൈൻ മാധ്യമം അപ്ലോഡ് ചെയ്യുന്നു. അത് അപ്ലോഡ് ചെയ്യേണ്ട എന്ത് ആവശ്യമാണുള്ളത്? ഇപ്പം കൊല്ലം സുധിയുടെ നിലവിലത്തെ ഭാര്യ എന്ന് പൊതുമധ്യത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക്, മുന്നത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ വേദന തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞൂടെ? അതൊരു ഓൺലൈൻ മാധ്യമത്തെ വിളിച്ച് അവരത് നാട്ടുകാരുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു പബ്ലിക് വ്യക്തിത്വമാണോ ഈ പറയുന്ന കൊല്ലം സുധിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ ഒരു കുടുംബമൊക്കെ? ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇവരെ എടുത്തു വെച്ചിട്ട് ഇവരുടെ ലൈഫ് ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഷോ പോലെ കാണിക്കുന്നതിൽ ഓൺലൈൻ മാധ്യമങ്ങൾ
വൃത്തികെട്ട ടീമുകൾ വഹിക്കുന്ന ഒരു പങ്ക് ചെറുതല്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതാണ് സോഷ്യൽ മീഡിയ. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് വലിയ പാടൊക്കെ ഉണ്ട്. എല്ലാവരും, ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടാറുണ്ട്. നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പുതിയതായിട്ടുള്ളൊരു ഇൻഫർമേഷനൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവൊന്നുമില്ല. അത് അവരുടെ ഒരു ഏരിയയുമല്ല. അവർക്ക് ഈ വ്യക്തികൾ, അവരുടെ ക്യാമറയുടെ മുൻപിൽ കൂടെ പോകുന്ന വ്യക്തികൾ, അതിൽ കണ്ണ് ഉടക്കുന്ന പ്രേക്ഷകർ, അതാണ് അവരുടെ ഒരു ഇത്. അവരെ ഒന്ന് പിടിച്ചിരുത്തി കേൾപ്പിക്കാൻ പറ്റുന്ന എന്ത് വൃത്തികേടും അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇവരിങ്ങനെ കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ പരിപാടീസാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടൊന്നും പറ്റത്തില്ല, ആളുകൾ കാണിച്ച കുറയുന്നത് വരെ. അതേപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടാലും എൻഗേജിങ് ഉണ്ടാവും. യൂട്യൂബിന് വലിയ സന്തോഷമാണ്, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനും വലിയ സന്തോഷമാണ് എൻഗേജ്മെൻറ്റ്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വ്യൂവർഷിപ്പ് നമ്മളിത് കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഡോണ്ട് റെക്കമെൻഡ് അടിച്ച് വിടുന്നതാണ് ശരിക്കും പുരോഗമനപരമായിട്ടുള്ള ഒരു നടപടി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.